ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. ദുബായ് ജബൽ അലി തുറമുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ഗുണനിലവാരമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇനി പാവപ്പെട്ടവർക്ക് ഭക്ഷണമായി എത്തും. ഇപ്രകാരം ലക്ഷങ്ങൾ വിലയുള്ള ഭക്ഷ്യ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തുന്ന സുസ്ഥിര നന്മ എന്ന വേറിട്ട സംരംഭത്തിന് ദുബായ് തുടക്കമിട്ടു. UAE ഫുഡ് ബാങ്കും DP വേൾഡ് ഫൗണ്ടേഷനും സംയുക്തമായി വേറിട്ട സംരംഭം പ്രഖ്യാപിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. DP വേൾഡിന്റെ ചാരിറ്റബിൾ വിഭാഗമായ DP വേൾഡ് ഫൗണ്ടേഷനും UAE ഫുഡ് ബാങ്കും ദുബായ് മുനിസിപ്പാലിറ്റി, ദുബായ് കസ്റ്റംസ് എന്നിവയുമായി സഹകരിച്ചാണ് സുസ്ഥിര നന്മ എന്ന വേറിട്ട സംരംഭം ആരംഭിച്ചത്. ഇതോടെ അംഗീകൃത ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഇനി ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വീണ്ടും വിതരണം ചെയ്യും. ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുക, ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ സംയോജിത പങ്കാളിത്തം. ഇതു സംബന്ധിച്ച കരാറിൽ വിവിധ വകുപ്പ് മേധാവികൾ ഒപ്പുവെച്ചു. ജബൽ അലി തുറമുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷ്യ കയറ്റുമതികൾ ഇനി വീണ്ടെടുത്ത് ഗുണഭോക്താക്കൾക്ക് വീണ്ടും വിതരണം ചെയ്യും. ജബൽ അലി തുറമുഖത്ത് കസ്റ്റംസ് ക്ലിയറൻസ് നടപടി പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷ്യ കയറ്റുമതികളാണ് ഇപ്രകാരം കൈകാര്യം ചെയ്യുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഒരുക്കുന്ന UAE ഫുഡ് ബാങ്ക് ഇതിനെ ചുക്കാൻ പിടിക്കും. ഭക്ഷ്യ മാലിന്യങ്ങൾ കുറച്ചും വിലപ്പെട്ട വിഭവങ്ങൾ സംരക്ഷിച്ചും അത് പൊതുസമൂഹത്തിന് തിരിച്ചു നൽകിയും ദുബായ് ഈ സംഘർഷകാലത്ത് വേറിട്ട നന്മയുടെ പാഠം പകർന്നു നൽകുകയാണ്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.